ബക്രീദ് ആഘോഷങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെരുവുകളിൽ നമസ്കാരം നടത്തുന്നത് നിരോധിച്ചു. അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനും നിരോധനമുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഉത്തരവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെയോടുകൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവ് അത് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ തെരുവുകളിലെ നമസ്കാരങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കണം, അതിന് അനുമതിയില്ല എന്നുള്ളതാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട്, അനുമതിയില്ലാത്ത ഇടങ്ങളിൽ ഈ മൃഗങ്ങളെ കശാപ്പ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ഇതിൽ ഈ കശാപ്പ് ചെയ്യുമ്പോഴും ഈ അനുമതിയുള്ള ഇടങ്ങളിൽ കശാപ്പ് ചെയ്യുമ്പോഴും അവിടെ വിലക്കപ്പെട്ട മൃഗങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് പാലിക്കാതിരുന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് ഈ ബക്രീദ് ദിനത്തിൽ ഇത്തരം ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പല സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളുണ്ട്. അവിടെയെല്ലാം തന്നെ പൂർണ്ണമായ ക്രമസമാധാനം നിലനിർത്താനായി പോലീസ് സേനയുടെ വിന്യാസം അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആ ദിവസം ബക്രീദ് ദിനത്ത് അതീവ ജാഗ്രത പുലർത്തുവാനാണ് പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി കൂടുതൽ സേനയെ കൂടി വിന്യസിച്ചിരിക്കുകയാണ് അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ. അത് ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ബക്രീദ് ദിനത്തിൽ നിർദ്ദേശങ്ങളുമായിട്ടുള്ള ഉത്തരവ് അത് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.